ഒരു വർഷത്തേക്ക് ആവശ്യമായ ഊർജ്ജം മുഴുവനും, ശക്തി മുഴുവനും ഈ ഒരു രാത്രിയിലുള്ള 35 കിലോമീറ്റർ താണ്ടുമ്പോൾ ലഭിക്കുകയാണ്. താമരശ്ശേരി രൂപതയുടെ ആഭിമുഖ്യത്തിൽ വലിയ നോമ്പിലെ 40-ാം വെള്ളിയാഴ്ച നടത്തിവരുന്ന കുളത്തുവയിൽ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. ഇന്നലെ രാത്രി 10 മണിക്ക് താമരശ്ശേരി കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടനത്തിന് രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലാണ് നേതൃത്വം നൽകിയത്. നാൽപ്പതാം വെള്ളിയോടനുബന്ധിച്ച് താമരശ്ശേരി കത്തീഡ്രലിൽ നിന്ന് കുളത്തുവയൽ വരെയുള്ള യാത്ര 7-ാം വർഷമാണ്. 7 വർഷവും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നമ്മുടെ ജീവിതം ഒരു തീർത്ഥയാത്രയാണല്ലോ. അത് ഓർമ്മിപ്പിക്കുകയാണ് ഓരോ തീർത്ഥയാത്രയും. ഇത് കുടിയേറ്റ കാലത്തുള്ള ഒരു തീർത്ഥയാത്രയുടെ ഓർമ്മയാണ്. കുളത്തുവയൽ കുടിയേറ്റ കേന്ദ്രമാണ്. കുടിയേറ്റ ജനത എത്രയോ കിലോമീറ്ററുകൾ നടന്നാണ് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉത്തരം കണ്ടെത്താൻ അവർക്ക് സാധിച്ചത്. അതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ് ഈ തീർത്ഥയാത്ര. നമ്മുടെ പിതാമഹന്മാരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമല്ലേ ഇന്ന് നമുക്കുള്ള സമൃദ്ധിയെല്ലാം. അവരുടെ തീർത്ഥയാത്രയിൽ അവരനുഭവിച്ച വലിയ പീഡകളിൽ പങ്കെടുക്കുമ്പോൾ സ്വർഗത്തിലിരുന്നവർ നമുക്ക് സന്തോഷിക്കുകയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും. ഈ തീർത്ഥയാത്ര വലിയൊരു അനുഭവമാണ്. 35 കിലോമീറ്ററിലധികം യാത്ര. രാത്രിയിൽ ഒട്ടും തന്നെ ഉറങ്ങുന്നില്ല. പക്ഷേ ശാരീരികമായിട്ടുള്ള യാതൊരു പ്രശ്നവുമില്ല പങ്കെടുക്കുന്ന എല്ലാവർക്കും. പങ്കെടുത്ത എല്ലാവരും അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വർഷവും കൂടുതൽ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നതെന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് തന്നെ എന്നോടൊരു വ്യക്തി പറഞ്ഞു, കഴിഞ്ഞ വർഷം മകന് ജോലി കിട്ടാതെ വിഷമിക്കുകയായിരുന്നു. ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാമെന്ന് നേർച്ച നേർന്നു. തീർത്ഥയാത്ര കഴിഞ്ഞപ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചൊരു ജോലിയല്ല, വളരെ നല്ല ശമ്പളത്തിലൊരു ജോലിയാണ് അവർക്ക് ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ ഈ കഴിഞ്ഞ 7 വർഷങ്ങളിൽ പലരും പങ്കുവെക്കുകയുണ്ടായി. മക്കളുടെ വിവാഹം നടക്കുന്ന കാര്യത്തിൽ ഒരാൾ വീട് വെക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഈ തീർത്ഥയാത്രയിൽ പങ്കെടുത്തപ്പോൾ വീട് വെക്കാൻ സാധിച്ചു എന്നവർ പറഞ്ഞു. ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. തീർത്ഥയാത്രയിൽ പങ്കെടുത്തു, അതെല്ലാം അപ്രത്യക്ഷമായി എന്ന്. ഓരോരുത്തരുടെയും വിശ്വാസമാണ് ഈ തീർത്ഥയാത്ര അവർക്ക് നൽകുന്നത്. അപ്പോൾ ഈ തീർത്ഥയാത്ര വ്യക്തിപരമായിട്ട് എനിക്ക് വലിയൊരു ഊർജ്ജം നൽകുകയാണ്. ഒരു വർഷത്തേക്ക് ആവശ്യമായ ഊർജ്ജം മുഴുവനും, ശക്തി മുഴുവനും ഈ ഒരു രാത്രിയിലുള്ള 35 കിലോമീറ്റർ താണ്ടുമ്പോൾ ലഭിക്കുകയാണ്. വളരെ ആനന്ദത്തോടു കൂടിയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. നമുക്ക് കൂട്ടായ്മയുണ്ടെങ്കിൽ എല്ലാ വൈഷമ്യങ്ങളും അപ്രത്യക്ഷമാകും, ലക്ഷ്യത്തിലെത്തുന്നതിന് എളുപ്പമാകും എന്നുകൂടി തീർത്ഥയാത്ര ഓർമ്മിപ്പിക്കുകയാണ്. ഈ തീർത്ഥയാത്രയ്ക്ക് ശക്തി നൽകുന്നത് പ്രാർത്ഥനയാണ്. മുഴുവൻ സമയവും പ്രാർത്ഥനയാണ്. ഈ 35 കിലോമീറ്ററും ഈ തീർത്ഥയാത്ര വലിയ ജീവിതാനുഭവമാണ്. വളരെ മനോഹരമായ അനുഭവമാണ്. അടുത്ത വർഷം സാധിക്കുന്ന എല്ലാവരും തീർത്ഥയാത്രയിൽ പങ്കെടുക്കണമെന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ടും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതകൾ പ്രാപിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടും 40-ാം വെള്ളിയാഴ്ച നമ്മൾ ആചരിക്കുന്ന ഈ തീർത്ഥാടനം അത് എത്രയോ അത്ഭുതകരമാണ്, എത്രയോ വിശിഷ്ടമാണ്. ഈ തീർത്ഥാടനത്തിൽ ആബാലവൃദ്ധം ജനങ്ങൾ, കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ പങ്കെടുക്കുന്നുണ്ട്. രാത്രി 10 മണിക്ക് ആരംഭിച്ച് നീണ്ട 10 മണിക്കൂറുകളോളം യാത്ര ചെയ്ത് 8 മണിയോടുകൂടി അല്ലെങ്കിൽ 8:30 കുളത്തുവയിലെത്തുകയാണ്. അതിനുശേഷം 40-ാം വെള്ളിയുടെ സന്ദേശം ലഭിച്ച് വിശുദ്ധ കുർബാനയിലും പങ്കുചേർന്ന് നേർച്ച ഭക്ഷണത്തിലും പങ്കുചേർന്നാണ് ഇവിടുന്ന് ആൾക്കാർ പിരിയാറ്. അതിൻ്റെ അനുഗ്രഹങ്ങളും ആ കൂട്ടായ്മയും അത് എത്രയും അനുഗ്രഹീതമാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ തോമസ് ഫിലിപ്പ് നരിക്കാട്ട്, പടത്തോടവ് ഹോളി ഫാമിലി ഇടവകയിൽ നിന്നും വരുന്നു. ഈ തീർത്ഥാടന യാത്രയിൽ ഞാനിത് പങ്കെടുക്കുന്നത് 7-ാം തവണയാണ്. ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യം
ഈ തീർത്ഥാടനം ആരംഭിച്ചത് മുതൽ ഈ 7 തീർത്ഥാടനങ്ങളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കഴിഞ്ഞ വർഷം എനിക്ക് നടന്ന് വരുന്നതിന് സാധിച്ചില്ല. ഒരു അപകടത്തിൻ്റെ ഫലമായി എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. എങ്കിലും ഞാൻ വാഹനത്തിൽ ഈ ദേവാലയത്തിൽ എത്തുകയും ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ താമരശ്ശേരി രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നായി ഇവിടെ എത്തിച്ചേരുകയാണ്. എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കുകയാണ്. താമരശ്ശേരിയിൽ നിന്ന് 30 കിലോമീറ്ററോളം സഞ്ചരിച്ച് വൈദികരും സിസ്റ്റേഴ്സും വിശ്വാസ സമൂഹവും ഒന്നുചേർന്ന് ഇവിടെ എത്തിയിരിക്കുമ്പോൾ നമുക്കത് ഈ വർഷം വളരെയധികം വിജയകരമായി തീർന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കുളത്തുവയൽ സെന്റ് ജോർജ് ദേവാലയത്തിൽ എത്തിച്ചേർന്ന തീർത്ഥാടനത്തിൽ സമാപന പ്രാർത്ഥനകൾക്ക് മാർ റെമിജിയോ സിഞ്ചനാനിയിൽ നേതൃത്വം നൽകി. തുടർന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നേർച്ച ഭക്ഷണത്തിനു ശേഷമാണ് വിശ്വാസികൾ മടങ്ങിയത്.